ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ചൂടായിട്ടിരിക്കണം. എന്റെ ദൈവം എവിടെ, ദൈവം എവിടെ? കണ്ണ, എന്നാ നീല നിറത്തിലൊരു ഷർട്ടും ഒരു ജീൻസും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ. താങ്ക്സ് ഉണ്ടേ. അവന് വാങ്ങി കൊടുത്തു. അപ്പൊ എനിക്കോ? നിനക്ക് ബിസ്ക്കറ്റ്. നായ്ക്ക് അതാ നല്ലത്. അത് മറ്റൊന്നുമല്ല, എന്റെ കൃഷ്ണന്റെ രൂപം അത്ര പോരെന്ന് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് പഴയ MTR പടങ്ങൾ മുഴുവൻ എനിക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഉനീഡായുടെ കളർ ടിവിയും ഒരേ ഒരു VCRും വാങ്ങിത്തരാൻ പറ്റുമോ? എന്താ കണ്ണ ഇങ്ങനെ ചോദിക്കുന്നത്? അതെന്റെ ഭാഗ്യല്ലേ? നിനക്കിനി എന്ത് വേണമെങ്കിലും സംശയിക്കാതെ എന്നോട് ചോദിക്കേ. ഇപ്പൊ എനിക്കിത് മാത്രം മതി. ആവശ്യമുള്ള സമയത്ത് ഞാൻ തന്നെ ചോദിച്ചോളാം. ഈ പഴം വെക്കാൻ വേണ്ടി ഒരു റെഫ്രിജറേറ്റർ വാങ്ങിത്തരാമോ? ഇത് കഴുകിയെടുക്കാൻ വേണ്ടി ഒരു നല്ല വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരാമോ എനിക്ക്? ഈ കാസറ്റിലെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു ടേപ്പ് റെക്കോർഡ് വാങ്ങിത്തരാമോ എനിക്ക്? നാലാമത്തെ ചോദ്യത്തിന് നാലാമത്തെ ചോദ്യത്തിന് ആൻസർ പറ. ചെറിയ മുട്ട ഈസിക്കൽ ടു വലിയ മുട്ട. എന്ത് മണ്ടത്തിലാണ് എഴുതി വെച്ചു? വിദ്യക്കുട്ടിക്ക് ഇന്നലെ സരിത തിയേറ്ററിൽ അനിയത്തിപ്രാവ് പടം കണ്ടു. പടം കണ്ട് വീട്ടിൽ വന്നതും ഓ ഓ പ്രിയേ എന്ന് കളർ ഡ്രസ്സ് ഇട്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും ഡ്യുവറ്റ് പാടുന്നത് ഞാൻ സ്വപ്നം കണ്ടു. വേറൊന്നും സ്വപ്നം. ഇതുപോലെ എപ്പോഴാ യഥാർത്ഥത്തിൽ സംഭവിക്കുക? അതുവരെ സ്നേഹചുംബനങ്ങളോടെ നിന്റെ സ്വന്തം പാണ്ഡ്യൻ. എന്ത് ലെറ്ററാ മോളെ ഇത്? അത് ഒന്നുമില്ല. അല്ല, അപ്പൊ നീ എന്തിനാ രഹസ്യമായിട്ട് വായിച്ചേ? അതിലെന്തോ കാര്യമുണ്ട്. ആ ലെറ്ററിങ് അന്ന് ലെറ്റർ തരുന്നുണ്ടോ അതോ ഞങ്ങൾ മേടിക്കണം? അവിടെ നിൽക്കാം. ഒരായിരം ഉമ്മകൾ പാണ്ഡ്യൻ. ഇതാരുടെയാണ് 1000 ഉമ്മകൾ? അമ്മാവന്റെ മോന്. ഓ, അമ്മാവന്റെ മോനോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? SSLC വരെ പഠിച്ചിട്ടുണ്ടോ? MSc അഗ്രി. MSc അഗ്രി. നല്ല പഠിപ്പുള്ളവനാണല്ലോ. അല്ല, സാറെവിടാ ജോലി ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫീസിലാണോ? പ്രൈവറ്റ് കമ്പനി അല്ലേ? അപ്പോ ബിസിനസ് ആയിരിക്കും അല്ലേ? അതും ഇല്ലേ? അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഡാൻസ് കളിക്കുന്നതും പാടുന്നതും എല്ലാം കൊള്ളാം. ഒരു കാര്യം മാത്രം ശരിയല്ല. എന്താ അത്? നീ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എന്റെയാടാ മണ്ട. പാണ്ഡ്യ, നിനക്കൊരു രജിസ്റ്റർ കത്ത് വന്നിട്ടുണ്ട്. രജിസ്റ്ററാ? എവിടെ നിന്ന് വന്നു? വായിക്കാൻ അറിയാത്തതിനടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. എവിടുന്നാ ലെറ്റർ? എറണാകുളത്ത് നിന്ന് വിദ്യയുടെ കഥ. ഇവനിത് എവിടെ പോയി? ആളെ കാണുന്നില്ലല്ലോ. മുറപ്പണ്ണിന്റെ എന്നാ കത്ത് വന്നിരിക്കുന്നേ. പിന്നെ ഇവിടെ കാണുമോ? അതുകൊണ്ട് ഊട്ടിയോ കൊടൈക്കനാലോ ഡ്യൂവറ്റിലായിരിക്കും. സാർ, അന്ന് സാറിനെ റോട്ടിൽ വെച്ച് അപമാനിച്ച പയ്യനാരാണെന്ന് കണ്ടുപിടിച്ചു. 10 വർഷം മുമ്പേ അങ്ങ് ക്ഷേത്രത്തിലെ അധികാരി ആയിരിക്കുന്ന സമയത്ത് പെരുമാൾപുരം കോവിലെ
ചത്തവന്റെ മകന്. അന്നവൻ ചത്തതിന് ഇപ്പോഴവൻ പ്രതികാരം ചെയ്യുന്നു. അവന്റെ അച്ഛനെ കൊന്നത് അവന് താങ്ങാൻ പറ്റുന്നില്ലെന്നർത്ഥം. പാവം, അച്ഛനെയും മകനെയും പരലോകത്തെത്തിച്ചത് നമ്മൾ തന്നെ ആവട്ടെ. അധികം ഒന്നും പറയാതെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് അവനെ എത്തിക്കേ. അതാവും തന്നെ പിടിക്ക്. എന്തു പറ്റിയതാ? അയ്യോ, എന്തു പറ്റിയതാ? അതെ അതെ. അയ്യോ, പാടി, പാടി, അയ്യോ. വാ, വാ. അയ്യോ, പാടി പോ. ഇത് അപകടമല്ല, കൊന്നതാ. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് നിങ്ങൾക്ക് കോടതിയിൽ വന്ന് പറയാൻ പറ്റുമോ? ഏത് കോർട്ടിലെ പറയണ്ടേ? പറയ്. സുപ്രീം കോർട്ടിലാണോ? പറയാം. ആ ശരി ശരി, ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പൊക്കോ. വിചാരണ നടക്കുന്ന സമയത്ത് കോടതി ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി. ഛേ, എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയത്? ഇത് ബിഗിനിങ് അല്ല, എൻഡാണ്. ഞങ്ങളെ വിട്ടിട്ട് പോയല്ലോ മോനെ. ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? ഇത് വെറും കവറല്ല, എന്റെ 1 മാസത്തെ ശമ്പളമാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും അവരുടെ 1 മാസത്തെ ശമ്പളം ഡൊണേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മൊത്തം 1,10,000 രൂപയുണ്ടമ്മേ. ഇതെടുത്തിട്ട് ആദ്യം സിസ്റ്ററിന്റെ മാരേജ് നടത്താൻ നോക്ക്. ഞങ്ങൾ പോയിട്ട് വരാമേ. പോയിട്ട് വരാം. വാ. അമ്മയ്ക്കെപ്പോഴും ഒരു മകൻ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. ഇവിടെ ഞങ്ങള് 1300 മക്കൾ ബാക്കിയുണ്ട്. ധൈര്യമായിട്ടിരിക്കെ.